ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള വിശ്വാസികളെ, ഇന്ന് പരിശുദ്ധ 50 നോമ്പിൻ്റെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ അക്കരെ ഗദരദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറയിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരേറ്റു വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടക്കാൻ പാടില്ലായിരുന്നു. അവർ നിലവിളിച്ചു, ദാവീദ് പുത്രാ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് ഭൂതഗ്രസ്തരായ 2 പേര് ഗദരദേശത്ത് കർത്താവിൻ്റെ എതിരെ വരികയാണ്. യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: മനുഷ്യരെക്കാൾ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, മെസ്സിഹ എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്നത് പിശാചിനാണ്. നീ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തെ അറിയാവുന്നയാളാണ് പിശാച്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവന്നുള്ള സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ പുറത്താക്കുവാൻ വന്നിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. യേശു അവരെ ശാസിക്കുന്നു. ആ ഭൂതം അവരെ വിട്ട് അവിടെ മേഞ്ഞിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമാണ്. വളരെയധികം ഭൂതങ്ങൾ, പിശാചുക്കൾ അവിടെ ഉണ്ടായിരുന്നു. 2 വ്യക്തിയിൽ കൂടിയിരിക്കുന്ന പൈശാചികരെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ എന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ കുടികൊള്ളുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നവരായിരിക്കുകയില്ല. ആർക്കും അവിടെ അവർക്ക് സമീപിച്ചു കൂടാൻ വയ്യായിരുന്നു. തീവ്രവാദവും അതുപോലെ വെറുപ്പും വിദ്വേഷവും അതുപോലെ സംഘട്ടനവും ഉണ്ടാക്കുന്ന ആളുകളിൽ വസിക്കുന്നത് പൈശാചിക വൃന്ദമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ പൈശാചിക വൃന്ദത്തെ പുറത്താക്കുവാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം. അത് ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യരെ സ്നേഹിക്കുകയും അവരിലുള്ള പൈശാചികനെ പുറത്താക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ആ പിശാചികൾ ചെന്ന് പന്നിക്കൂട്ടത്തിലേക്ക് ഇന്ന് പന്നിക്കൂട്ടം അവിടെ ചത്തുപോകുന്നതാണ് കാണുന്നത്. പിശാച് അവിടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ പ്രവേശിച്ച് പന്നിക്കൂട്ടം കടലിൽ ചാടി ചത്തു. ഇവിടെ പുറപ്പെട്ടു പോകുമ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ഒരു പ്രവർത്തനം ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാൽ ആ പന്നിക്കൂട്ടം ചത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു വരുമാന മാർഗമായിരുന്നു ആ പന്നിക്കൂട്ടം. അവരുടനെ വന്ന് കർത്താവിനോട് പറയുകയാണ്, നീ ദയവ് ചെയ്ത് ഇവിടെ വിട്ടു പോകണമെന്ന്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ആ പൈശാചികൻ പ്രവർത്തിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവീക പ്രവർത്തനത്തിന് എപ്പോഴും പൈശാചികനെതിരായിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ കാട്ടിക്കൂട്ടിയാണ് വിട്ടുപോകുമ്പോഴും ചെയ്യുക എന്നുള്ളത് ശക്തമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ എതിരിടുന്ന ഒരു പൈശാചിക വൃന്ദമുണ്ടെന്ന് തിരിച്ചറിയുവാനും ആ പൈശാചിക വൃന്ദം എപ്പോഴും നമ്മുടെ പ്രവർത്തന തടസ്സമായി നിൽക്കുമെന്ന് ഒരു മുന്നറിവ് നമുക്കുണ്ടാകുവാനും സാധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് മുമ്പേ നടന്ന് ഞങ്ങളെ എതിർക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. അവരിൽ വസിക്കുന്നതായ ആ പൈശാചികനെ ശാസിക്കുവാൻ, എന്നാൽ അവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിന്റെ പ്രവൃത്തി തികയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായി ഞങ്ങൾ എന്നാളും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.